ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ ഞാൻ എതിർക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിഴലിച്ചു നിന്നത് നിരാശ മാത്രമായിരുന്നു സർ. സംസാരത്തിലും ശരീരഭാഷയിലും അത് പ്രകടവുമായിരുന്നു. അവതരിപ്പിച്ച മന്ത്രിക്ക് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ബഡ്ജറ്റ്. സർ, കേന്ദ്ര ബഡ്ജറ്റിന് ശേഷമായിരുന്നു കേരള ബഡ്ജറ്റ്. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട നമ്മൾ, ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട നമ്മൾ കേരളത്തിലെ ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചു. പക്ഷെ കടിച്ചതിലും വലുതായിരുന്നു സാർ പുനത്തിലിരുന്നത് എന്ന് പറഞ്ഞതുപോലെയായി. ബജറ്റ് പ്രസംഗത്തിൽ കേൾക്കുന്ന പതിവ് പല്ലവിയാണ് സാർ വകയിരുത്തി 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 എന്നുള്ളത്. സാർ, ഇത് കാലോചിതമായി പരിഷ്കരിച്ച് ജനങ്ങളെ വകവരുത്തി 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 എന്നാക്കി മാറ്റണം സാർ. സാർ, ഉള്ളി പൊളിച്ചതുപോലെ ആയിപ്പോയി സാർ ഈ ബഡ്ജറ്റ്. സാർ, ഒന്നുമില്ല സാർ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നെല്ലാവരും കരുതി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല സാർ, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സിമൻറ്റ് കൂട്ടിയും ഇഷ്ടികക്കളത്തിൽ പണിയെടുത്തും പാറ പൊട്ടിച്ചും മെറ്റലടിച്ചും കോൺക്രീറ്റ് പണി ചെയ്തും ആശാരിപ്പണി ചെയ്തും അങ്ങനെ പെയിന്റ് പണി ചെയ്ത് ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവൻ്റെ വിയർപ്പിൻ്റെ അധ്വാനം അംശാദായമായി അങ്ങോട്ടടച്ച് വാർദ്ധക്യത്തിൽ മരുന്ന് വാങ്ങിക്കാം എന്ന് കരുതിയ ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും അവർക്ക് പെൻഷൻ ലഭിച്ചിട്ട് സാർ വർഷങ്ങളായി സാർ കുടിശ്ശികയാണ് സാർ. സാർ, ഏറെ കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ആ ലൈഫ് പദ്ധതിയെ നമ്മൾ പിന്തുണയ്ക്കുകയാണ് സാർ. പക്ഷേ ഇപ്പോഴത്തെ സാധന സാമഗ്രികളുടെ വില അനുസരിച്ച് സാർ എങ്ങനെ 4 ലക്ഷം രൂപയ്ക്ക് ഒരു പാവപ്പെട്ട സാധാരണക്കാരൻ വീട് നിർമ്മിക്കും സാർ? സാർ, അയലത്തുകാരിൽ നിന്ന് പോലും അന്ത്യവായ്പ കിട്ടാൻ മാർഗമില്ലാത്തവരാണ് സർക്കാരിൻ്റെ വീടും പ്രതീക്ഷിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്നത്. സാർ, നാടകത്തിൽ ഒരു സെറ്റ് വർക്ക് ആർട്ടിസ്റ്റ് സുജാത മാഷിനെ പോലുള്ള ഒരാളിനെ കൊണ്ടൊരു വീടിൻ്റെ സെറ്റ് നാടകത്തിൽ ചെയ്യിക്കണമെങ്കിൽ കൊടുക്കണം സാർ ലക്ഷക്കണക്കിന് രൂപ. സാർ, പണമില്ലാത്തതിനാൽ പണിതീരാത്ത വീടുകളുടെ എണ്ണം കേരളത്തിൽ പെരുകി വരികയാണ് സാർ. സാർ, ഭൂമി വാങ്ങാൻ ഈ സർക്കാർ കൊടുക്കുന്നത് വെറും 2 ലക്ഷം രൂപയാണ് സാർ. അന്തരീക്ഷത്തിലും പാതാളത്തിലും കിട്ടുമോ സാർ 2 ലക്ഷം രൂപയ്ക്ക് വാസയോഗ്യമായ ഭൂമി? സാർ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും ഭൂമി വാങ്ങിക്കുന്നതിനുള്ള ധനസഹായവും 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണം സാർ. സാർ, വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇത്തവണയും അത് കഴിഞ്ഞ ദിവസം ശ്രീ മാത്യു കൊടുന്നാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു 57 കോടി രൂപയാണ് ഇപ്പോഴും വകയിരുത്തിയത്. സാർ, വന്യമൃഗങ്ങൾ മനുഷ്യനെ വകവരുത്തുകയാണ് സാർ. സാർ, പുരയ്ക്ക് പുറത്തിറങ്ങിയാൽ പുലി പിടിക്കും, അകത്തിരുന്നാൽ ചെന്താമര പിടിക്കും സാർ. സാർ, മുള്ളുമുരുക്ക്, മൂർക്കം പാമ്പ്, ആനമയിൽ, ഒട്ടകം, കാട്ടുപന്നി, കാട്ടുപോത്ത്, കടുവ, കാട്ടാന സാർ മനുഷ്യരെ ഓടിച്ചിട്ട് കൊല്ലുകയാണ് സാർ. സാർ, ഇത് മാത്രമല്ല, കൂടാതെ തെരുവ് നായ്ക്കൾ കൂടി ഇറങ്ങി ആളുകളെ കൊല്ലുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ഒരു പിഞ്ചുബാലനെ തെരുവുനായ ഓടി കനാലിൽ വീണ് മരിക്കുന്ന ദാരുണമായ സംഭവം ഉണ്ടായി സാർ. പള്ളികുന്നത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെട്ടു സാർ. സാർ, കേന്ദ്രം കേരളത്തോട് ചിറ്റമ്മനം കാണിക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല സാർ. ഞങ്ങളത് യോജിക്കുകയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തോട് കാണിക്കുന്ന അവഗണന അത് കാണാതിരിക്കാൻ കഴിയുന്നില്ല സാർ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല സാർ. ബഡ്ജറ്റിൽ തുക മാറ്റിവെക്കുമ്പോൾ ഭരണപക്ഷ MLA-മാർക്ക് ഒരു തുക സാർ, പ്രതിപക്ഷത്തിന് അതിന്റെ പകുതി പോലും ലഭിക്കുന്നില്ല സാർ. ഇതെന്തൊരു ന്യായമാണ് സാർ? ഗ്രാമീണ റോഡുകളുടെ ഫണ്ട് വിതരണത്തിലും ഈ അവഗണന ഉണ്ടായി സാർ. സാർ, എല്ലാവരെയും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്നവരല്ലേ സാർ? അവിടെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം ഉണ്ടോ സാർ? സാർ, ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 7 കോടിയുടെ ഇപ്പോൾ ശബ്ദം കുറക്കണം. പോയിന്റ് എന്താ? വഴങ്ങിയതാണ് അങ്ങയുടെ സമയമാണ് പോകുന്നത്. 750 കോടി CMDRF-ൽ എത്തിയ പൈസ നിങ്ങൾ ഈ ബഡ്ജറ്റിൽ കൊടുത്ത സമയം പോകുന്നു. അത് ജനം കൊടുത്ത പണം
സാർ ഇപ്പോൾ മഹേഷിന്റെ പ്രസംഗത്തിന്റെ സമയമാണ്, അദ്ദേഹം വഴങ്ങിയതാണ്. സാർ 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 കണ്ടിന്യൂ. സാർ ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു 7 സാർ നവകേരള സദസ്സിന്റെ ഭാഗമായി സാർ എന്റെ സമയം എടുക്കരുത് സാർ. സാർ 7 കോടി രൂപ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പരിഗണനയിലാണ്. സാർ ഇതിനകത്ത് പക്ഷപാതം കാണിക്കാതെ ആ പണത്തിൽ കുറവ് വരുത്താതെ ഞങ്ങൾ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തിലും ഇത് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. സാർ ഇത് ആരുടെ ഔദാര്യമല്ല സാർ. സാർ ഇത് ആരുടെ ഔദാര്യമല്ല സാർ. സാർ മനുഷ്യനെ കൊല്ലുന്ന ചാരായം സാർ 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 നിയന്ത്രിക്കണം സാർ. ഇങ്ങോട്ട് നോക്കൂ. പ്രസംഗം അങ്ങോട്ട് നോക്കിയല്ല പ്രസംഗിക്കേണ്ടത്. ചെയറിനെ നോക്കി പ്രസംഗിക്കൂ. ചെയറിനെ നോക്കി പ്രസംഗിക്കൂ. അവരെ നോക്കി പ്രസംഗിച്ചാൽ അങ്ങനെ തന്നെയല്ലേ. പ്രകോപനം ഉണ്ടാക്കരുത്. ചെയറിനെ നോക്കി പ്രസംഗിക്കൂ. സാർ അവിടെ ഒരു കുഴപ്പമില്ല, ചെയറിനെ നോക്കി പ്രസംഗിച്ചാൽ മതി. സാർ മനുഷ്യനെ കൊല്ലുന്ന ചാരായം നിർമ്മിക്കുന്നത് പാലക്കാട് വൻ സംരംഭമായി അഭിമാനത്തോടു കൂടിയാണ് സാർ മന്ത്രി അവതരിപ്പിക്കുന്നത്. സാർ കുടിവെള്ളം ഊറ്റി മദ്യമാക്കി കൊടുക്കുന്നതാണോ സാർ സംരംഭം? സാർ ഞങ്ങൾ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ പൂട്ടിയ ബാറുകളെല്ലാം നിങ്ങൾ തുറന്നു. മാത്രവുമല്ല പുതിയ ബാറുകൾ കൂടി തുറന്നു. സാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണ് സാർ. സാർ സ്വാമി വിവേകാനന്ദൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഭ്രാന്താലയം എന്ന് വിളിച്ചതിന് പകരം കേരളത്തെ മദ്യാലയം എന്ന് വിളിക്കുമായിരുന്നു സാർ. സാർ ഒരപേക്ഷയാണ്, ഇതിലും ഭേദം കുടിൽ വ്യവസായം പോലെ സർക്കാർ മേഖലയിൽ വാറ്റും കൂടി പരിപോഷിപ്പിക്കണം സാർ. സാർ എന്നിട്ട് ചെറുകിട സംരംഭം എന്ന് പേര് കൊടുത്താൽ മതി സാർ. സാർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടലിൽ നിന്നും മണ്ണ് കോരാൻ നടക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കര മുഴുവൻ അവർ തോണ്ടി കുളമാക്കി സാർ. സാർ ഇനി തോണ്ടാൻ കടൽ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സാർ ഒന്നാമത് തീരപ്രദേശം വലിയ ആശങ്കയിലാണ്. മത്സ്യത്തിന്റെ ലഭ്യത കുറവ്, ഇന്ധനവില വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, അങ്ങനെ ജനജീവിത സാഹചര്യം അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന തീരപ്രദേശത്തെ പാവങ്ങളെ ഇരുട്ടടിയിലാക്കുന്ന, അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഈ കടൽ തോണ്ടൽ പദ്ധതിയെ ഭരണപ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ എതിർക്കപ്പെടേണ്ടതുണ്ട് സാർ. സാർ അങ്ങനെ മണ്ണ് കോരുവാൻ ആരെങ്കിലും വന്നാൽ സാർ കടലിൻ്റെ മക്കളുടെ കൈക്കരുത്ത് കോരുന്നവൻ അറിയും സാർ. സാർ ഒരു തരി മണ്ണി വാരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല സാർ. സാർ എല്ലാ ബഡ്ജറ്റിലും, സാർ ഒരു കാര്യം കൂടി പറയാം, സാർ എല്ലാ ബഡ്ജറ്റിലും മൺമറഞ്ഞ മഹാന്മാരുടെ സ്മാരകം നിർമ്മിക്കാൻ ഫണ്ട് വകയിരുത്താറുണ്ട് സാർ. പക്ഷേ നിർമ്മാണം കഴിഞ്ഞു കഴിയുമ്പോൾ മുഖം ഉദ്ദേശിക്കുന്ന ആളുമായി ഒരു യോജിപ്പുമില്ല സാർ. സാർ ഈ സ്മാരകം പണിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ച് വലിയ വാർത്തയും വലിയ ചർച്ചയും വലിയ നാണക്കേടും ഉണ്ടാകാറുണ്ട് സാർ. ഇത് പണിഞ്ഞില്ലെങ്കിലും അവരെ അപമാനിക്കരുത് സാർ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, വാഗ്ദാനങ്ങൾ കൊണ്ട് പെരുമഴ പെയ്യിക്കുന്ന ബഡ്ജറ്റ്, പ്രവൃത്തി കൊണ്ട് ഒരു ചാറ്റൽ മഴ പോലും പെയ്യിക്കാൻ കഴിയാത്ത ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ശക്തമായി എതിർക്കുകയാണ് സാർ.